എല്ലാവർക്കും RP ലെസൺസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എല്ലാവരും ദിനപത്രം വായിച്ച് എഴുതിയെടുക്കണമെന്ന്. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു വെച്ചാൽ സെപ്റ്റംബർ 22, അതായത് ഇന്നലത്തെ ദിനപത്രത്തിൻ്റെ എന്തെല്ലാം എഴുതിയിരിക്കുന്നു എന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കാണിക്കുന്നത് 22-ാം തീയതിയിലെ മാതൃഭൂമി പത്രത്തിലുള്ള പാലക്കാട് എഡിഷനിലാണ് പ്രധാന വാർത്തകൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചതാണ്. നോക്കാം എന്തൊക്കെയാണെന്ന്. സെപ്റ്റംബർ 22, റോ. എന്താണ് റോ? RAW എന്ന് പറഞ്ഞാൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആണ് റോ. ആസ്ഥാനം ന്യൂഡൽഹി. പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ, റോവിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ, വിദേശ ഗൂഢപ്രവർത്തനങ്ങൾ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവയുടെ ശേഖരണമാണ്. ഇപ്പോൾ റോയുടെ തലവൻ സാമന്ത് ഗോയൽ ആണ്. ഇത്രയും വിവരങ്ങൾ നമുക്ക് എന്തിൽ നിന്നും കിട്ടും? മാതൃഭൂമി പത്രത്തിൽ നിന്നും ലഭിക്കും. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഈ റോവിനെ കൂടാതെ നമ്മുടെ മറ്റൊരു രഹസ്യാന്വേഷണ വിഭാഗമാണ് IB എന്ന് പറഞ്ഞു വെച്ചാൽ ഇൻ്റലിജൻസ് ബ്യൂറോ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇൻ്റലിജൻസ് ബ്യൂറോ. രഹസ്യാന്വേഷണ വിഭാഗം എന്നാണ് അതിൻ്റെ മലയാളം. അതിൻ്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അരവിന്ദ് കുമാറാണ്. അതിൽ എന്ന അക്ഷരം വിട്ടുപോയിട്ടുണ്ട്. അരവിന്ദ് കുമാർ. ഇതുകൂടാതെ നമ്മൾ ഇന്നലെ ഉള്ള വാർത്തയിൽ കാണുന്ന മറ്റൊരു പദമാണ് NIA എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇന്ത്യയുടെ ദേശീയ കുറ്റാന്വേഷണ വിഭാഗമാണ് ദേശീയ അന്വേഷണ ഏജൻസി അഥവാ NIA. ഇപ്പോൾ അതിൻ്റെ തലവൻ എന്ന് പറയുന്നത് NR വാസൻ ആണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ പേര് എന്ന് പറഞ്ഞു വെച്ചാൽ ഡയറക്ടർ ജനറൽ ആണ്. അതായത് ഈ തലവൻ്റെ സ്ഥാനപ്പേര് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ എന്നാണ്. NIAയുടെ തലവൻ എന്ന് പറയുന്നത് NIAയുടെ ഡയറക്ടർ ജനറൽ ആണ്. ഇതേപോലെ നമ്മളുടെ ഇന്ത്യയുടെ കുറ്റാന്വേഷണ ഏജൻസി പോലെ അമേരിക്കയുടെ ഒരു കുറ്റാന്വേഷണ ഏജൻസി ഉണ്ട്. അതാണ് FBI, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇതിനെ അനുകരിച്ചാണ് നമ്മൾ NIA തുടങ്ങിയത്. FBIയെ അനുകരിച്ചാണ് NIA തുടങ്ങിയത്. മുൻപ് ഇത്രയും വിവരങ്ങൾ, അതായത് ഇതിനു മുൻപ് ഇത്രയും പറഞ്ഞ വിവരങ്ങൾ നമുക്ക് 1-ാം പേജിൽ നിന്നാണ് കിട്ടിയത്. അതിൻ്റെ ഒപ്പം കുറച്ചുകൂടിയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാവികസേനയിൽ ആദ്യമായി യുദ്ധക്കപ്പലിലെ ഹെലികോപ്റ്ററിൽ നിരീക്ഷകരായി നിയമിതരായ വനിതാ സബ് ലഫ്റ്റനന്റ്മാർ 3 പേരുടെ പേരാണ് റിതി സിംഗ്, കുമുദിനി ത്യാഗി, ക്രീഷ്മ എന്ന് പറയുന്ന വനിത മലയാളിയാണ്. UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒരു രാജ്യത്തിൻ്റെ പേരാണ്. പാലക്കാട് ജില്ലയിലെ 5 അണക്കെട്ടുകളുടെ പേരുകൾ: മലമ്പുഴ, വാളയാർ, പോത്തുണ്ടി, ശിരുവാണി, മംഗലം ഡാം. തമിഴ്നാട്ടിലെ ആളിയാർ ഡാമിലെ വെള്ളം ഏത് പുഴയിലേക്കാണ് എത്തിച്ചേരുന്നത്? കേരളത്തിലെ ഏതു പുഴയിലേക്കാണ് എത്തിച്ചേരുന്നത്? അതായത് കേരളത്തിലെ ചിറ്റൂർ പുഴ വഴിയാണ്, നമ്മുടെ ഭാരതപ്പുഴയിലാണ് എത്തിച്ചേരുന്നത്. തമിഴ്നാട്ടിലെ ആളിയാർ ഡാമിലെ വെള്ളം ചിറ്റൂർ പുഴ വഴി ഭാരതപ്പുഴയിൽ എത്തിച്ചേരുന്നു. പാലക്കാട്ടിലെ മറ്റ് ഡാമുകളുടെ പേരുകളാണ് ചുള്ളിയാർ ഡാം, കാഞ്ഞിരപ്പുഴ ഡാം, മീങ്കര ഡാം. അടുത്തത് അനർട്ടിൻ്റെ സൗരോർജ ശീത സംഭരണി, എയർ കണ്ടീഷൻ സംഭരണി ആദ്യമായി വന്നത് എവിടെയാണ്? കോഴിക്കോട് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള നൊച്ചാട് നാളികേര ഉൽപാദന കേന്ദ്രത്തിലാണ് അനർട്ടിൻ്റെ സൗരോർജ ശീത സംഭരണി ആദ്യമായി വന്നത്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ നാഗസ്വര കലാകാരൻ കൊല്ലങ്കോട് NR കണ്ണൻ. ഗേറ്റ് പരീക്ഷയിൽ ജയം നേടി പാലക്കാട് IIT-യിലെത്തിയ അട്ടപ്പാടിയിൽ നിന്നുള്ള ആദ്യത്തെ ആദിവാസി വിദ്യാർത്ഥി പേര് കൃഷ്ണദാസ്.
രണ്ടാമൂഴം ആരുടെ കൃതിയാണ്? MT വാസുദേവൻ നായരുടെയാണ്. രണ്ടാമൂഴം സിനിമയാക്കണം എന്ന് പറഞ്ഞ് ഒരു കേസ് നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം, ഈ രണ്ടാമൂഴം എന്ന പേര് പേപ്പറിൽ വന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലസേചന അണക്കെട്ട് പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴയാണ് ഏറ്റവും വലിയ ജലസേചന അണക്കെട്ട്. പിന്നീട് കൊടുത്തിരിക്കുന്നത് ചില അണക്കെട്ടുകളുടെ പേരുകളാണ്. അണക്കെട്ടുകൾ എവിടെയാണ്, ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ്. മലങ്കര ഡാം ഇടുക്കിയിലാണ്. പെരിയാർ വാലി ജലസേചന പദ്ധതി ഇടുക്കി ജില്ലയിലാണ്. നെയ്യാർ ഡാം തിരുവനന്തപുരം ജില്ല. കാരാപ്പുഴ ഡാം വയനാട് ജില്ല. കുറ്റ്യാടി കോഴിക്കോട് ജില്ല. പഴശ്ശി ഡാം കണ്ണൂർ ജില്ല. ചിമ്മിനി തൃശ്ശൂർ ജില്ല. കല്ലട ഡാം കൊല്ലം ജില്ല. മണിയാർ ഡാം പത്തനംതിട്ട. ദക്ഷിണ റെയിൽവേ ബോർഡ് ചെയർമാൻ വിനോദ് കുമാർ യാദവ്. കേന്ദ്ര സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. CAA പൗരത്വ നിയമ ഭേദഗതിയുടെ പേരാണ് CAA. പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ സമരം നടന്ന് രാജ്യശ്രദ്ധയെ ആകർഷിച്ച സ്ഥലം ഷഹീൻ ബാഗ്, ന്യൂഡൽഹിയിലുള്ള ഷഹീൻ ബാഗ്. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് SBI. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതിയായ സ്ത്രീ സ്വപ്ന സുരേഷ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. LJD ലോക് താന്ത്രിക് ജനതാദൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് LJD. ഒഡീഷ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഭുവനേശ്വർ. ഒഡീഷ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഭുവനേശ്വർ. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. NFC നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ. ലോക റോസാപ്പൂ ദിനം സെപ്റ്റംബർ 22. റിസിൻ ഒരു വിഷവസ്തുവിൻ്റെ പേരാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഐക്യരാഷ്ട്ര സഭ സെക്രട്ടറി ജനറൽ ആന്റോണിയ ഗുട്ടറൻസ്. UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ 5 പേരാണ് ഉണ്ടാകുക. UN രക്ഷാസമിതിയിൽ. UN എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയാണ്. ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, US. ബ്രിട്ടന് പകരം UK എന്നാണ് പറയുക. UK, ഫ്രാൻസ്, റഷ്യ, ചൈന, US. ഓക്സിജൻ സഹായമില്ലാതെ 10 തവണ എവറസ്റ്റ് കയറിയ വ്യക്തി ഷെർപ്പ ആങ് റിത. നേപ്പാൾ സ്വദേശിയാണ് ഷെർപ്പ ആങ് റിത. ഹിമപുലി എന്നറിയപ്പെട്ട പർവ്വതാരോഹകൻ കൂടിയാണ് ഷെർപ്പ ആങ് റിത. അമേരിക്കയിലെ മികച്ച ടെലിവിഷൻ പരിപാടികൾക്കുള്ള പുരസ്കാരമാണ് എമ്മി പുരസ്കാരങ്ങൾ. ഇത്രയും ഞാൻ എഴുതിയത് സെപ്റ്റംബർ 22 ദിനപത്രം നോക്കിയാണ്. ഇതുപോലെ എല്ലാ ദിവസത്തെയും ദിനപത്രങ്ങൾ നോക്കി നിങ്ങളും കണ്ടുപിടിക്കുക. ഇതുപോലുള്ള നമുക്ക് അറിവുകൾ, നിങ്ങൾക്ക് ധാരാളം അറിവുകൾ കിട്ടും, ഇതിൽ നിന്നും പ്രയോജനപ്പെടും. അതുകൊണ്ട് എല്ലാ ദിവസവും എഴുതുവാൻ ശ്രമിക്കുക. ആദ്യമെല്ലാം കൂടുതൽ വാർത്തകളുണ്ടാകും, പിന്നീട് കുറച്ച് വാർത്തകളായി മാറും. അതുകൊണ്ട് എല്ലാവരും ദിനപത്രം വായിച്ച് വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച് ഇതുപോലെയുള്ള നോട്ടുകൾ തയ്യാറാക്കുക എന്ന് പറയുകയാണ്. നന്ദി, നമസ്കാരം.